Dr. Donald. Afternoon. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിന്റെ അടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? റിലേഷൻസ് അല്ലെ, ആക്ടേഴ്സ് ഇൻ എംപ്ലോയീസ് റിലേഷൻസ് ആണ്. ഇവിടെ വരെയാണ് നമ്മൾ അടുത്ത് നിർത്തിയത്. ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ്സ് അല്ലയോ, സ്റ്റേറ്റ്സ് അവിടെ വരെ നമ്മൾ നിർത്തില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ്. അവിടെ എംപ്ലോയിയുടെ ബന്ധങ്ങളെ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ പ്രചോദിപ്പിക്കുക, എന്തൊക്കെ ഘടകങ്ങളാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പൊ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, അവിടെ ഒരു എംപ്ലോയർ തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധം മാത്രമല്ല, പല ഘടകങ്ങളെയും കൂടി അത് ആശ്രയിച്ചിരിക്കുന്നു എന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ ഓൾ അൺമ്യൂട്ട് അല്ലേ? അതോ മ്യൂട്ടാണോ? മ്യൂട്ടല്ലേ? ഓക്കെ മാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്താണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ട തൊഴിലുടമ തൊഴിലാളികൾ ഏതെങ്കിലും കേസ് അവിടെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അത് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു തൊഴിലാളി തൊഴിലുടമ ബന്ധം മാത്രമല്ല, യൂണിയൻ നേതാക്കൾ ഉണ്ടാവാം, സാമൂഹിക പശ്ചാത്തലങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവാം. അപ്പൊ അവിടെ അവരുമായിട്ടെല്ലാം തന്നെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യും അല്ലെ. അവിടെ എന്താണ്, അവിടെ തൊഴിലുടമ തൊഴിലാളികൾ ബന്ധത്തില് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നാൽ പോലും അത് അല്ലെ, അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് കൃത്യമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സർവീസ് അത് കൃത്യമായിട്ട് തന്നെ കൃത്യമായി കൊടുക്കേണ്ടവരുടെ കയ്യിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിന് നഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് പോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ എല്ലാ തലങ്ങളിലും ആവശ്യമാണ്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, ടെക്നോളജിക്കൽ ഘടകങ്ങളുണ്ട്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ഗ്ലോബൽ ഫാക്ടേഴ്സ് അല്ലെ. അതിന്റെ വിവരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത്തരത്തിലുള്ള ഘടകങ്ങളുണ്ടല്ലേ, സാമ്പത്തികമായിട്ടും തന്നെ സാങ്കേതികപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക രീതിയിലും അല്ലെങ്കിൽ
ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ഘടകങ്ങളെല്ലാം തന്നെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഫസ്റ്റ് നോക്കാം, എക്കണോമിക് ഫാക്ടേഴ്സ്. എന്താണ് സാമ്പത്തിക ഘടകത്തിൽ വരുന്നത്? ദ സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി, സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സഡ്, ഡിറ്റർമിനൻസ് ദ എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഉണ്ടാവാം, അതേമാതിരി തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലെ സാമൂഹിക സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തായിരിക്കും അതിന്റെ ഘടന രൂപമുള്ളത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ മുതലാളികൾ അല്ലെ എന്താണോ അത് പറയുന്ന അനുസരിച്ചിട്ട് അവർ ഇറക്കുന്ന മുതലിന് അവർ തന്നെ കൈകാര്യം ചെയ്യും അല്ലെ. ആ ഒരു രീതിയാണെങ്കിൽ മിക്സഡ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും അവിടെ വരുന്നുണ്ട് അല്ലെ. The character and the composition of the workforce, demand and the supply of labor, and the association of labor would determine the economic position of the workforce and also strength of bargaining which affected the industrial relations. Okay. അപ്പൊ വ്യവസായ ബന്ധങ്ങളെ സത്യത്തില് വിലപേശാനായിട്ട് നമ്മള് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അവര് അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്ക് വിലപേശാനായിട്ടുള്ള ഒരു യൂണിയന്റെ ഒരു പങ്കാളിത്തം അവിടെ ഉറപ്പാക്കാൻ സാധിക്കില്ല അല്ലെ. കാരണം അത് എന്താണ് അവിടെ അവരെന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് അതിലുള്ള എംപ്ലോയീസ് ബാധ്യസ്ഥരാണ് അല്ലെ. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യൂണിയനിൽ നിന്നും ഇടപെടാനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനൊന്നും സാധിക്കുകയില്ല. കേസ് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മിക്സഡ് സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ സാമൂഹിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ സമൂഹത്തിന്റെ എല്ലായ്പ്പോഴും ആ താല്പര്യങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട്. തീർച്ചയായിട്ടും മിക്സഡ് എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും കൂടിയാണ് അല്ലെ. അപ്പൊ പരസ്പരം എന്താണ് പലതരത്തിലുള്ള ബന്ധങ്ങളെയും കൂടെയും കൈകാര്യം ചെയ്തു പോയിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അവരിൽ കൂടെ നടപ്പാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇതിലെന്താ പ്രധാനമായിട്ടും വരുന്നത് തൊഴിലാളികളുടെ കാര്യത്തിനാണ് പ്രാധാന്യം വരുന്നത് അല്ലെ. As the association of labor would determine the economic position of the workforce and also strength of a bargain which affected the industrial relations. അപ്പൊ ബാർഗെയിൻ ചെയ്യാനുള്ള പവർ, ആ പവർ ശരിക്കും ലഭ്യമാകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മിക്സഡ് സമ്പദ് വ്യവസ്ഥ വരണം അല്ലെ. ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെ ബാർഗെയിൻ ചെയ്ത് വിലപേശിക്കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മിക്സഡ് സമ്പദ് വ്യവസ്ഥയിലാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, എക്കണോമിക് ഫാക്ടേഴ്സ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായോ? Yeah. And then next നോക്കിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് നോക്കാം അല്ലെ. അവിടെ നോക്കാം ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ഓഫ് ദ ലേബർ കോഡ്സ് ഓർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ലേബർ യൂണിയൻസ് ആൻഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് അല്ലെ. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള രീതിയിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ ഇതില് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്താ പ്രധാനമായിട്ടും പറയുന്നത്? അതായത് ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ലേബർ കോഡ്സ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്. സാധാരണയായിട്ട് ഗവൺമെന്റിന്റേതായിട്ടുള്ള കുറെ നിയമങ്ങൾ ഉണ്ടാവും. അതേമാതിരി തന്നെ അല്ലെ സാധാരണയായിട്ടുള്ള ലേബർ ലോസ് നിയമാവസ്ഥകളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. അതേമാതിരി തന്നെ കോർട്ടിന്റെ കീഴിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അവിടെ അവർ ഫോളോ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അല്ലെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വ്യാവസായികമായിട്ടുള്ള മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കുറെ അജണ്ടകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. ലേബർ യൂണിയൻസ് ആൻഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. അപ്പൊ അതേമാതിരി തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നീതിയെടുക്കാൻ യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും അവര് അതിന് ബാർഗെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഘടകങ്ങൾ ഓരോ നിയമങ്ങൾ ഇൻ കേസ് ഒരു കമ്പനി ആവുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അവിടുത്തെ ഒരു മുതലാളിക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് പോളിസി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് നടത്താനായിട്ട് സാധിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ നടന്നു വരില്ല. കാരണം കുറെ ലോകളെ അല്ലെ കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് പോകണം അല്ലെ. അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയോ. ചിലപ്പോ ചില രാജ്യങ്ങള് അല്ലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ളത് ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേസമയം ഡെമോക്രാറ്റിക് അല്ലെ ഒരു
ജനാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിലേക്ക് ആണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടത് മസ്റ്റായിട്ടും ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ഘടകങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഇൻഡസ്ട്രീനെ കൃത്യമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. The industrial relation scenario is also affected by religious and social institutions by way of existing value system and by ensuring their compliance. Example, gender-based existing in certain industries and countries. Okay. So, അവിടത്തൊക്കെ ആണെങ്കിൽ ജനറൽ അല്ലെ ഇന്ന വ്യക്തികളെയൊക്കെ മാത്രം ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ അല്ലെ. ചില പ്രത്യേക ജോലികളിലൊക്കെ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള ജെൻഡർ വേരിയേഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില രാജ്യങ്ങളിലാണെങ്കിൽ നമുക്കറിയാം ചിലവരെ ഇന്ന മേഖലകളിൽ ചിലപ്പോ അല്ലെ അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം പുറത്തുള്ള കൺട്രികളിൽ ഓപ്പൺ ആയിട്ട് എന്ത് ജോലി എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ചില അറേബ്യൻ കൺട്രികളിലെല്ലാം എല്ലാവർക്കും ഇങ്ങനെയുള്ള ജോലികൾ എടുക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നുണ്ടല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിഷേധിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഫാക്ടറും ഘടകങ്ങൾ അത് റിലീജിയസ് ആയിട്ടുള്ള ഘടകങ്ങളെയും ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിയമങ്ങൾ അവിടെ പാലിക്കേണ്ടതായിട്ട് വരുമ്പോൾ അതിനോടനുസരിച്ചിട്ട് തന്നെ എന്താണ് സോഷ്യൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങളോട് ഇതിലെ പെടുന്നുണ്ട്. അതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ഒരു ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. എവിടെയാണോ വ്യവസായം തുടങ്ങുന്നത് ആ വ്യവസായത്തിന്റെ ആ ഭാഗത്ത് അല്ലെ അവിടെ എന്താണ് ആ രാജ്യം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം അതിനെ കീഴ്വഴങ്ങി തന്നെ പോയാൽ മാത്രമാണ് ബിസിനസ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അവിടെ ഗവൺമെന്റ് ലേബർ ലോസ്, വർക്കിംഗ് ലേബർ കോഡ്സ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ് അല്ലെ, ഇതെല്ലാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് ആണുള്ളത് അത് എഴുതി വെക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അത് നമുക്കറിയാം എന്താണ് അവിടെ മെഷീൻ അല്ലെ, ടെക്നോളജി നൂതനമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു അല്ലെ മെഷീൻവൽക്കരണ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. സോ അതിൻ്റെതായിട്ടുള്ള ഘടകങ്ങളെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് മെത്തേഡ്സ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ എക്സെട്ര അല്ലെ. അവിടെ പ്രധാനമായിട്ട് പറയുന്നത് ആധുനികവൽക്കരണ രീതികളാണ് അല്ലെ. അത് നമുക്കറിയാം ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉത്പാദിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. ഹ്യൂമൻ എഫേർട്ടും പകുതി അല്ലെ കുറച്ച് ഭാഗം ഹ്യൂമൻ എഫേർട്ടും ബാക്കി ഭാഗം മെഷീന്റെയും കൂടിയും ഓപ്പറേഷനും കൂടി ഉത്പാദിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവാം. ഉള്ളി മെഷീന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യുന്നുണ്ടാവാം അല്ലെ. അപ്പൊ പലതരത്തിലുള്ള പുതിയ ഘടകങ്ങൾ കൂടി ഈ ഒരു ബിസിനസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് methods of modernization, production, automation, etc. An organization that is technologically more advanced needs lesser human capital and hence the bargaining power of the employee organizations decreases. Okay, നമുക്കറിയാം ഓർഗനൈസേഷന്റെ ബാർഗെയിനിങ് പവർ ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വരുന്നത് നമുക്കറിയാം. ഒരു സ്ഥാപനത്തിൽ കൂടുതലും മെഷീന്റെ പ്രവർത്തനമാണ് വരുന്നതെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് അല്ലെ അവർക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കുറയാണ്. കാരണം അവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് അല്ലെ വ്യക്തികളുടെ എണ്ണം വളരെ പരിമിതമാണ് അല്ലെ. അങ്ങനെയല്ലേ സാധ്യത വരാൻ, ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കുറഞ്ഞില്ലേ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ടെക്നോളജിക്കലി മോർ അഡ്വാൻസ്ഡ് needs lesser human capital and hence the bargaining power of the employee organization decrease. അത് കുറഞ്ഞു വരുന്നു കാരണം അവിടെ ക്യാപിറ്റൽ ആയിട്ട് കൂടുതൽ എന്താണ് മെഷീന്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഉപയോഗമാണ് വരുന്നത്. ഹ്യൂമൻ അസറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് കുറവാണ് അപ്ലൈ ചെയ്യുന്നത്. ഗ്രേറ്റർ പോപ്പുലേഷന് technology and advancement in the proficiency of workers have also introduced the new class of employees called the knowledge workers who possess a different set of requirements and goals. In case നമുക്കറിയാം ഒരു ടെക്നോളജി കൊണ്ട് ബന്ധപ്പെട്ട അവിടെ ഹ്യൂമൻ എഫേർട്ട് ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ
നമുക്കറിയാം അവിടെ ആവശ്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. കാരണം അവിടുത്തെ ടെക്നോളജിയാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ടെക്നോളജിയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന കുറെ എക്സ്പീരിയൻസുകൾക്ക് ഒരു വ്യത്യസ്തമായിട്ടായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാത്രം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാരണം ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള യൂസേജ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്നത് ടെക്നോളജി ഉപയോഗിച്ച് അഡ്വാൻസ്മെന്റ് ഇസ് ദ പ്രൊഫഷൻസി ഓഫ് വർക്കേഴ്സ് ഓൾസോ ഇൻട്രൊഡ്യൂസ് ന്യൂ ക്ലാസസ് ഓഫ് എംപ്ലോയീസ് കോൾഡ് അല്ലെ. അവിടെ പുതിയൊരു ക്ലാസ് ഓഫ് എംപ്ലോയീസ് ആണ് അവിടെ വരുന്നത്. കാരണം ടെക്നോളജിയും വിത്ത് അവിടെ വർക്ക് ചെയ്ത് അല്ലെ, അവരെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട നോളജ് അതായത് കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. സോ അവരുടെ അവകാശങ്ങളും റിക്വയർമെന്റ്സ് എന്നൊക്കെ പറയുന്നതും അല്ലെ, അവരുടെ അവകാശങ്ങളൊക്കെ പറയുന്നത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അല്ലെ. ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ഇപ്പൊ നമ്മളെ തന്നെ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതേസമയം നമുക്കറിയാം ഓൺലൈൻ ടീച്ചിങ് ആണെങ്കിൽ ആ ഒരു അല്ലെ അവിടെ വേറൊരു പ്രോബ്ലംസ് ആയിരിക്കും. ഇപ്പൊ ടെക്നോളജി യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ ആവശ്യങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. ആ ഫാക്ടേഴ്സുകളും കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 പോയിന്റ് ആണ് ജസ്റ്റ് നോക്കിയത്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ടേക്ക് പോവുക. ചില നോളജ് എന്താണ് ടെക്നോളജി അല്ലെ. അതേമാതിരി തന്നെ നോളജ് ഓഫ് വർക്കേഴ്സ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ക്ലാസ് ഓഫ് എംപ്ലോയീസ് കോൾഡ് ദ നോളജ് വർക്കേഴ്സ്. അവിടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കുക, ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ആവശ്യങ്ങൾ ഉടലെടുത്ത് വരുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. കഴിഞ്ഞോ? നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ഉണ്ടോ? ഇല്ലല്ലോ, കണ്ടിന്യൂ ചെയ്യാലോ. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നോക്കാം. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്താണ്? രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനിക്കുന്ന ഘടകമാണ്. ഒരു ഇൻഡസ്ട്രി നമ്മൾ നോക്കാം, എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം അതിനെ റിലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് ദ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കംപ്രൈസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് their principles. ഓക്കെ,
അവിടെ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിനെ പ്രധാനമായിട്ടും പറയുന്നത് ആ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ തത്വങ്ങൾ അതെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ affected by the rise and the power of political parties and the methods they use while creating policies. തീർച്ചയായിട്ടും പോളിസികളൊക്കെ പ്രാബല്യത്തിൽ വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അവിടെ അവരെയും കൂടി സ്വാധീനിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിയമാവലികളൊക്കെ അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് അവിടെ തീരുമാനങ്ങളിലൊക്കെ എന്താണ് വോയിസിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തും അല്ലെ. അപ്പൊ നോക്കാം എന്താണ് moreover since the trade union are much engaged in the formulation of policies much engaged in the formulation of policies. The policies are some part based in favor of the workers. ഓക്കെ നമുക്കറിയാം അവിടെ യൂണിയന്റെ നേതാക്കള് അല്ലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിന്റെ നേതൃത്വത്തിലായിരിക്കും വരുന്നത്. അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് വരുന്നവർ തീർച്ചയായിട്ടും വർക്കേഴ്സിന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് അല്ലെ പ്രാധാന്യം കൊടുക്കുക. അവർക്ക് ഫേവറബിൾ ആയിരിക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ആ നയങ്ങൾക്ക് പോളിസികൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. On the other hand, if the political parties are in any way financially depend on the corporate lobby, the political equation would then be totally different. ചിലപ്പോഴൊക്കെ നമുക്കറിയാം അല്ലെ അവിടെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ചില രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യില് ഫിനാൻസ് കെട്ടിവെച്ചിട്ട് ചിലപ്പോ അവരെ സ്വാധീനിച്ചുകൊണ്ട് തന്നെ അല്ലെ അവിടെ യൂണിയൻ എന്താണ് അവിടെ ആ ഒരു ഇൻഡസ്ട്രിയിലെ അതായത് വ്യവസായ സ്ഥാപനത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ കൃത്യമായിട്ടൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ആ ഒരു ഇൻഡസ്ട്രി ഫോളോ ചെയ്തു പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോ തലപ്പത്തിരിക്കുന്നവർക്കല്ലേ കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്ത് പോവേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളെയും കൂടി അവരെ അംഗീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. എങ്കിൽ മാത്രമാണ് ആ വ്യവസായ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മൾ ചില പിക്ചറുകളിലൊക്കെ കാണും അല്ലെ സിനിമകളിലൊക്കെ മിക്കപ്പോഴും നമുക്കറിയാം പൈസ ഇറക്കിക്കൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ടും കുറെ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നു അല്ലെ. അതൊക്കെ എന്താണ് ഇങ്ങനെ ലോബികളിൽ അല്ലെ അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ലോബികളുടെയും കൂടി ഒരു പങ്ക് അവരെയും കൂടി സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കുക. There are certain countries when the state capitalism exists and collective bargaining is totally discouraged. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യുന്ന കൺട്രികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ആക്റ്റീവായിട്ട് അല്ലെ ജനദേശീയ എന്തെങ്കിലും എഴുതിയെടുക്കാന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ തന്നെ ഡിസ്കറേജ് കാണുന്നു വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. In such a scenario, trade unions have no values and labor management relations are harder. They deal with strictly. നമുക്കറിയാം മാനേജേഴ്സ് തീർച്ചയായിട്ടും എന്താണ് സുഹൃത്തുമയ്ക്ക് ഫേവർ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ. യൂണിയൻ ആണെങ്കിലും തീർച്ചയായിട്ടും ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് യൂണിയനുകളൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് ക്ലിയറായില്ല. എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിലെ എംപ്ലോയിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ മുതലാളികൾക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ. അതേസമയം ക്യാപിറ്റലിസം ഉള്ള ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുള്ള ഇതിൽ നമുക്കറിയാം ഇവിടെ യൂണിയൻ നേതാക്കൾക്കൊന്നും പ്രാധാന്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അതിന് ഒരു പ്രാധാന്യത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യതയായിരിക്കും അല്ലെ. ഈ കൺട്രീസ് ലൈക്ക് ദ ഫോമർ എന്താണ് in countries like the former USSR state socialism exists and trade unions have a definite responsibility and functions under the purview of the government. Okay, ഗവൺമെന്റിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ അല്ലെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ട്രേഡ് യൂണിയനുകൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അവരനുസരിച്ച് മാത്രമാണ് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. Since India has a mixed economy system, conciliation, arbitration, adjudication, participative management and collective bargaining are all part of the industrial relations. Okay. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ അനുരഞ്ജന സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മധ്യസ്ഥം അല്ലെങ്കിൽ വിധി നിർണയം അല്ലെ പങ്കാളിത്തം കൂട്ടായ കാര്യങ്ങൾ
അതെല്ലാം തന്നെ നമുക്ക് നടപ്പാക്കാനായിട്ടുള്ള ഒരു അവകാശം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ കാര്യമുണ്ട് അല്ലെ. അവിടെ എന്തെങ്കിലും അല്ലെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ടുള്ള സാധ്യതകള് അല്ലെങ്കിൽ കൗൺസിലേഷൻ ഒക്കെ നടത്തി അല്ലെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് മറ്റുള്ളവരുടെ പങ്കാളിത്തം കൊണ്ട് ഉറപ്പുവരുത്താനായിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടപ്പാക്കിക്കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള സാധ്യത ഇന്ത്യയില് എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചിലർക്കൊക്കെ ഉദാഹരണത്തിന് സമുദ്രവ്യവസ്ഥ ചെയ്യുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള ബാർഗെയിൻ ചെയ്യാനായിട്ടോ മെച്ചപ്പെട്ട് രൂപീകരിക്കുന്നതിനുള്ള പങ്കാളിത്തോ അല്ലെങ്കിൽ അല്ലെ ഏത് തരത്തിലുള്ള പങ്കാളിത്തവും അവിടെ പ്രാധാന്യത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാതെ പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് എന്താണ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കൺട്രികളാവുമ്പോഴാണ്. അതേസമയം ഇന്ത്യ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഒരു പാരഗ്രാഫ് അവിടെ നോക്കാം. ഓക്കെ, നമ്മള് മിക്സഡ് എക്കണോമിക് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു. ഇനി അതുപോലെ തന്നെയുള്ള ഒരു പാരഗ്രാഫ് ആണ് നെക്സ്റ്റ് ഉള്ളത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദീസ് ഫാക്ടേഴ്സ് ആർ അബൌട്ട് ഡിഫറെന്റ് റൂൾസ്, എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. ഓക്കെ, നമുക്കറിയാം ആ സമൂഹത്തിൽ ഏതൊരു പ്ലേസിലാണെങ്കിൽ നമ്മൾ വ്യവസായം തുടങ്ങുന്നത് ആ പ്ലേസിലെ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന റൂൾസ്, നിയമങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ അല്ലെ, അതെല്ലാം തന്നെ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇൻ കൺട്രീസ് ലൈക്ക് US, where is a stable social political order, the government encourages a general
philosophy of free enterprises or democratic capitalism. ഓക്കെ, നമുക്ക് അവിടെ അറിയാം ജനാധിപത്യമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ അവിടെ ഫ്രീ ആയിട്ട് എന്തും കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യത്തിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അല്ലെ എൻകറേജ് ചെയ്യുന്ന ആ പ്രോത്സാഹനാർത്ഥം എന്താണോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എവിടെയും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മള് നേരത്തെ പറഞ്ഞ മാത്രം തന്നെ അവരുടെ സാംസ്കാരിക രീതി എന്താണോ, അവരുടെ റൂൾസ് എന്താണോ, അവരുടെ പ്രിൻസിപ്പിൾ എന്താണോ അതെല്ലാം തന്നെ ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൺട്രീസ് collective bargaining is supported by the law and government involvement. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, ഇൻ കേസ് നമ്മളിപ്പോ നമ്മുടെ ഇവിടെയൊക്കെ തന്നെ എന്താണ് കൃത്യമായിട്ട് ഡ്യൂട്ടി എടുത്തിട്ട് അല്ലെ രാവിലെ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഡ്യൂട്ടി ചെയ്തിട്ട് അവർക്ക് അർഹമായ കൂലിയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താ പ്രത്യേകത, അവര് കോടതിയെ സമീപിക്കും അല്ലെ. കൃത്യമായിട്ട് തന്നെ കോടതിയെ സമീപിക്കുമ്പോൾ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ട് തന്നെ അവർക്ക് മിനിമം വേജസ് ഒക്കെ അവർക്ക് കൊടുത്തിരിക്കും അല്ലെ. എന്താണോ വേജസ് അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കും. കാരണം നമുക്കറിയാം നിയമവശങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സപ്പോർട്ട് ചെയ്തു പോകാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൺട്രീസ് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് സപ്പോർട്ടഡ് ബൈ ലോ അല്ലെ. നിയമം അവരെ കളക്റ്റീവ് ബാർഗൈൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടെ തന്നെ ഗവൺമെന്റും അതിൽ ഇടപെടുന്നുണ്ട്. സ്കാൻഡിനേവിയൻ അല്ലെ, അവിടെ സ്കാൻഡിനേവിയൻ ആയിട്ടുള്ള കൺട്രീസ് ആൻഡ് ദ UK where democratic society exists, collective bargaining is the regular model without the need of the government to get involved. Okay, മറ്റു കൺട്രികളിൽ ഈ പറഞ്ഞ മാതിരി UK പോലെയുള്ള കൺട്രികളിലൊക്കെ എന്താണ് ഡെമോക്രാറ്റിക് സോഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നു. അതേസമയം ചില കൺട്രികളിലൊന്നും ഇത് നിലനിൽക്കുന്നില്ല അല്ലെ. അവിടെ എന്താണോ ബാർഗൈൻ ചെയ്ത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റാത്തതിനുള്ള കാര്യം യൂണിയന്റെ ഒക്കെ ഇടപെടലിലൊന്നും സാധ്യമല്ല എങ്കിലും തീർച്ചയായിട്ടും അവിടെ ബാർഗൈൻ ചെയ്യാനുള്ള പവർ അവിടെ നിഷേധിക്കുന്നു. അപ്പൊ ഏത് കൺട്രിയാണോ ആ കൺട്രിക്ക് അതിന് അനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫ്രീഡം അവിടെ അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഇൻഡസ്ട്രീനെ കൃത്യമായിട്ട് തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണോ? ഓക്കെയാണോ? ഒന്നതില് ഇടപെടാൻ പറ്റുന്നുണ്ട്, മറ്റൊന്നില് ഇടപെടാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ. വിത്തൗട്ട് ദ നീഡ് ഓഫ് ദ ഗവൺമെന്റ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് അല്ലെ. നമുക്ക് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ആണ്. These factors consist of a management style existing in the organization, its perspective, organization environment, health of the organization, degree of competition, flexibility towards change, and diverse HR policies. ഓക്കെ, നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ അല്ലെ ആ ഒരു സ്ഥാപനം പിടിച്ചു നിൽക്കുന്നത് തന്നെ ചില നിയമാവസ്ഥകളുടെ പ്രാബല്യത്തിലായിരിക്കും അല്ലെ. അതിന്റെ ആ ഒരു ചട്ടക്കൂട് അത് കൃത്യമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും സാധ്യതകളില്ല അല്ലെ. പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ കാണാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പൊ അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റൈൽ എക്സിസ്റ്റിംഗ് ദ ഓർഗനൈസേഷൻ അല്ലെ. അവിടെ മാനേജ്മെന്റിന്റെ സ്റ്റൈല് നിലവിൽ ചിലപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെയുള്ള ഓരോ ഇതിലെ അല്ലെ ഓരോ ഇതില് കേസ് ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും അല്ലെ ലോവർ ലെവലിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും കൂടി ഒരു പ്രതിനിധികളൊക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ ആണെങ്കിൽ ഡിസിഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ എന്താണ് അതേമാതിരി തന്നെ അവരുടെ ധാരണകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പശ്ചാത്തലം അല്ലെ. അതേമാതിരി തന്നെ ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന്റെ ആരോഗ്യം ഇതിനെല്ലാം പുറമെ നമുക്കറിയാം എന്ത് ചേഞ്ചസ് വന്നാലും അതിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള പവർ അല്ലെ. ഇതെല്ലാം തന്നെ എന്താണ് HRM-നെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓർഗനൈസേഷനിലെ ഘടകങ്ങളിൽ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നതാണ്. എന്താണ് നമ്മള് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് അല്ലെ. ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ചുറ്റുപാട് അല്ലെങ്കിൽ അതിന്റെ അവിടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ. അതെല്ലാം തന്നെ ഓർഗനൈസേഷന്റെ ഫാക്ടേഴ്സിൽ എടുത്തു പറയുന്ന ഘടകങ്ങളാണ്. ചെയ്യണോ?
ജസ്റ്റ് എല്ലാ സെന്റൻസിന്റെയും സ്റ്റാർട്ടിങ് ഒന്ന് എടുത്ത് നോട്ട് ചെയ്തേരെ, എല്ലാ പാരഗ്രാഫിന്റെയും. ഓക്കെ. ാണോ നിങ്ങൾ നോട്ട് ചെയ്തോ അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണോ ഫാക്ടേഴ്സ്? പല ഘടകങ്ങളും കേട്ടോ. കോമ്പറ്റീഷൻ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ചേഞ്ചസ്, മാറ്റങ്ങള് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ചെയ്യണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മത്സരങ്ങള്, ഇതെല്ലാം തന്നെ അതിൽ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോ ഒരു പ്രത്യേക രീതിയിലായിരിക്കും ബിസിനസ് റൺ ചെയ്യുന്നത്, പുതിയൊരു ബിസിനസ് തൊട്ടടുത്ത് തന്നെ സ്ഥാപിക്കുകയാണെങ്കിൽ എന്താണ് അവരുമായിട്ട് ഒരു മത്സരം നടത്തി അല്ലെ മുന്നോട്ട് പോകേണ്ടതുണ്ടാവും. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പഴയ എംപ്ലോയീസിന്റെയും ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് എംപ്ലോയീസിനും ചിലപ്പോ ആണെങ്കിൽ ചില ആനുകൂല്യങ്ങളും ലഭ്യമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ എത്രത്തോളം പേര് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ അല്ലെ, ആരെയൊക്കെ നമ്മള് കോമ്പറ്റബിൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, അതേമാതിരി തന്നെ ചേഞ്ചസ് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടും വേണം ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നെക്സ്റ്റ് നോക്കാം ഗ്ലോബൽ ഫാക്ടേഴ്സ്. എന്താണ് ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ കൺട്രിയുടെ ഉള്ളിലാണോ പുറത്തുള്ള കാര്യമാണോ? ഓക്കെ, ഔട്ട് സൈഡ് അല്ലെ. ഔട്ട് സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പുറത്ത് അല്ലെ, നമ്മുടെ ഇൻഡസ്ട്രിക്ക് പുറത്ത് അല്ലെങ്കിൽ കൺട്രിക്ക് പുറത്ത് നോക്കാം. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഗ്ലോബൽ ഡിഫറൻസസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ് ഓഫ് ILO, then foreign trade agreement and relations. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തെ രാജ്യങ്ങൾ അല്ലെ. ഇൻ കേസ് ആ ഒരു ഘടകമൊക്കെ നമ്മുടെ രാജ്യത്തെ സ്വാധീനിക്കാറുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അല്ലെ, സാമ്പത്തിക അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് അല്ലെ, അവരൊക്കെ ആയിട്ട് നമുക്കറിയാം മറ്റു കൺട്രികൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു അല്ലെ. ചിലതിനൊക്കെ എന്താണ് സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, വിലക്ക് ഏർപ്പെടുത്തി എന്നൊക്കെ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ? അതൊന്നും കേൾക്കാറില്ല. ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വിലക്കും അല്ലെങ്കിൽ ഇൻ കേസ് ഇമ്പോർട്ടന്റ് ഇപ്പൊ തന്നെ നിലവിൽ അല്ലെ ട്രംപ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് കുറെ പുതിയ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും ആ ഘടകങ്ങൾ നമ്മുടെ ബിസിനസിനെയും കൂടി ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെ അവിടെ പറയുന്നത് എന്താണ്, പ്രിൻസിപ്പിൾസ്, എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ് ഓഫ് ILO. ILO എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒക്കെയാണോ? ആരെങ്കിലും മെസ്സേജ് അയച്ചൊന്ന് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുക. ചിലരെങ്കിലും എഴുതി എടുത്തിട്ടുണ്ടാവും. ILO ഓക്കെ അല്ലേ? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോ അതൊക്കെ അല്ലേ അവിടെ തീർച്ചയായിട്ടും അതിന്റെയൊക്കെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ് ആൻഡ് റിലേഷൻസ്, എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് പോളിസീസ്, പവർ ബ്ലോക്സ്, ഗ്ലോബൽ കൾച്ചർ എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്സ് എക്സെട്ര. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഒരു വ്യാപാര ബന്ധം എന്ന് പറയുമ്പോൾ ചിലർക്ക് എല്ലാത്തിനോട് ഫ്രീഡം അനുവദിക്കുന്നുണ്ടാവാം, ചിലർക്ക് എല്ലാവർക്കും ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇന്ത്യൻ കൺട്രികൾക്ക് ചില വിലക്കുകളൊക്കെ ഏർപ്പെടുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേമാതിരി തന്നെ എന്താണ് ആഗോളതലത്തിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, പാരിസ്ഥിതികം നമ്മളിപ്പോ ആരോഗ്യപര അല്ലെ ആഗോള പരിസ്ഥിതി തലത്തിൽപ്പെടുത്തി അല്ലെ ചില ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കില്ല, ചില ബിസിനസ്സുകൾക്കൊക്കെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് നല്ല എന്താണ് ഇൻഫോർമേഷൻസും കിട്ടുന്നതനുസരിച്ചിട്ട് തന്നെ അത് ഫോളോ ചെയ്യാനായിട്ട് എല്ലാ കൺട്രീസും ബാധിച്ചതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഘടകങ്ങൾ തീർച്ചയായിട്ടും റിലേഷനെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ 7 പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് അപ്രോച്ചസ് ആണ്. അപ്രോച്ചസ് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അപ്രോച്ചസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് അല്ലെ. അവിടെ ഏതൊക്കെയുള്ള റിലേഷൻസ് ആണോ ഉള്ളത് പ്രധാനമായിട്ടുള്ളത് നോക്കാം. എന്താണ് ഫിസിയോളജിക്കൽ അപ്രോച്ച്, എന്താണ് സോഷ്യോളജിക്കൽ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്. ഓക്കെ, ഇത്തരത്തിലുള്ള വിശകലനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം, എന്താണ് സൈക്കോളജിക്കൽ അപ്രോച്ചില് പ്രധാനമായിട്ടും വരുന്നത് എന്താന്ന് നോക്കാം. അപ്പൊ ആ ഒരു സമീപനത്തിൽ തീർച്ചയായിട്ടും വരുന്നത്
എന്താണ് സൈക്കോളജിക്കൽ അപ്രോച്ചിൽ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്താണ് we use the issues of industrial relations as intensely embedded in the attitude and the perception of the key participants. Mr. Harry studies the impact of a perception of an individual on his own behavior. Okay. അപ്പോ ഒരു അല്ലെ ഒരു പ്രധാനമായിട്ടൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ചില എംപ്ലോയീസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴല്ലേ ചില ആശയങ്ങളൊക്കെ അതിന് സൂട്ടായിട്ട് വരും. ചില ആശയങ്ങൾക്കൊക്കെ അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമായിരിക്കും, ചില ആശയങ്ങളോട് വിരുദ്ധരായിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തില് തീർച്ചയായിട്ടും എന്താണ് പാർട്ടിസിപ്പൻസ് അദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പൻസ് എന്താണ് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നതെന്ന് നോക്കാം. ഇൻ ദിസ് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ടു ഡിസിമിലർ ഗ്രൂപ്പ്സ് ദാറ്റ് ഇസ് എക്സിക്യൂട്ടീവ് ആൻഡ് യൂണിയൻ ലീഡേഴ്സ്. രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഈ ഒരു സ്റ്റഡിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുന്നത് അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് TAT എന്താണ് തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്താണ് തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പൊ ആ TAT ടെസ്റ്റ് ഒന്ന് അബ്രിവേഷൻ നോട്ട് ചെയ്തേരെ. To conduct the test, a photograph of an ordinary middle-aged person was taken as input, and it was expected from all the groups to be their rating. അതായത് ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തേ ഉള്ളൂ. ഒരു പിക്ചർ നമ്മളിപ്പോ കാണിക്കാനാണ്, താഴേക്ക് ഒരു പിക്ചർ വയസ്സായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ചില വിഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു കൂട്ടരും വിഭാഗം എന്തായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അതിനെ എതിർക്കുന്ന ഒരു വിഭാഗമായിരിക്കും അടുത്ത കൂട്ടര്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന കുറച്ച് കൂട്ടരുണ്ടാവും, പക്ഷെ അതിനെ എതിർക്കുന്ന മറുവശവും ഉണ്ടാവും അല്ലെ. ആണോ? പറയുന്നത് ശരി മനസ്സിലാക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ ഇന്റൻസീവ്ലി എംബഡഡ്. എന്താണ് എംബഡഡ് എന്ന് പറയുന്നത്? ഉൾച്ചേർന്നിരിക്കുന്നു അല്ലെ. അവിടെ തീവ്രമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസെപ്ഷൻ, ധാരണകളും മനോഭാവങ്ങളൊക്കെ കൂടിച്ചേർന്ന് ഇരിക്കുന്നതാണ്. അതിൽ അദ്ദേഹത്തിന്റെ സ്റ്റഡിയിലെ പ്രവർത്തനത്തിന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള സ്വന്തം ഒരു പെരുമാറ്റ രീതി ഉണ്ടാവാം. In this study, the behavior of two dissimilar groups, that is executive and union leaders, are analyzed with the help of TAT. Okay. അപ്പൊ ഈ ഒരു കാര്യത്തില് in this study, the behavior of two dissimilar groups, രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ executive and the union leaders are analyzed with the help of TAT, thematic appreciation test. അതായത് ഈ ഒരു ടെസ്റ്റ് അനുസരിച്ചിട്ടാണ് അവരെ വിലയിരുത്തുന്നത്. നോക്കാം. To conduct the test, a photograph of an ordinary middle-aged person was taken as input, and it was expected from both the groups to give their ratings. Okay. ഇന്ത്യയിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തില് എന്താണ് രണ്ട് രീതിയിലും വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കാം അല്ലെ. ഇപ്പൊ ഒരു യൂണിയനിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ആ യൂണിയനെ സപ്പോർട്ട് ചെയ്യാം. അതേമാതിരി പ്രധാനമായിട്ടൊരു യൂണിയനിലെ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികൾ ആ യൂണിയനെ തന്നെ സപ്പോർട്ട് ചെയ്യും അല്ലെ. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഒരു ഇൻഡസ്ട്രിയില് ഇരുകൂട്ടം വിഭാഗങ്ങൾ ഉണ്ടാവും. ഒന്നിന് ഫേവർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെ തെമറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റില് പ്രധാനമായിട്ടും പറയുന്നത് ഒരു കേസ് ഒരു മിഡിലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഒരു ഇൻക്ലൂഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് എന്താണെന്ന് നോക്കാന്ന് പറയുന്നത്. photograph was related by the group in a different manner. That is, the union leaders are afforded to the person is the photograph was a manager, while the group of executive identified it is their union leader in the photograph. ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് കാണിക്കുമ്പോൾ ഒരു കൂട്ടം വിഭാഗം പറയാണ് അല്ലെ. ഒരു കൂട്ടം വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണെങ്കിൽ മറ്റൊന്നെന്ന് പറയുന്നത് യൂണിയൻ ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്.
അതായത് യൂണിയൻ ലീഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എംപ്ലോയീസിന്റെ പ്രത്യേകത എന്താ? അവർക്ക് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്തെടുക്കലാണ് അവിടെ തീർച്ചയായിട്ടും യൂണിയൻ ലീഡേഴ്സിന്റെ ഡ്യൂട്ടി. അതേസമയം മാനേജ്മെന്റ് തലത്തിലുള്ളവർക്ക് എന്താണ്? തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയറിനോടായിരിക്കും കൂടും അല്ലെ? അവിടെ എംപ്ലോയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കുക, അതായിരിക്കും പ്രധാനമായിട്ടും അവരുടെ മൈൻഡിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാ പറയുന്നത് എന്താണ്? ദ യൂണിയൻ ലീഡേഴ്സ് റെഫർ ടു ദ person in the photograph as a manager, while the group of executive identify with is they are a union leader in the photograph. യൂണിയൻ ലീഡർ ആയിട്ട് ഒരു കൂട്ടം വിവാഹം കാണുമ്പോൾ മറ്റൊരു കൂട്ടരെ മാനേജർ ആയിട്ടാണ് കാണുന്നത്. It was concluded that a conflict between management and labor arises as every group negatively perceive the others. ഓക്കെ, നമുക്കറിയാം മുട്ടിന്റെ സ്ഥാപനങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ എന്താണ് കൂടുതലായിട്ടുള്ള ഫൈറ്റുകൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ ഈ ഇത്തരത്തിലുള്ള സംഘടനകൾ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. This concluded that a conflict between management and the labor organizers as a very group negatively perceive the others. അല്ലെ, അവിടെ നല്ലൊരു ഗ്രൂപ്പായിട്ടാണ് നിലകൊള്ളുന്നു. അതേമാതിരി തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ ധാരണകൾക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നാച്ചുറലി ഒരർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് എപ്പോഴും ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? എംപ്ലോയർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. യൂണിയൻ നേതാക്കൾ എപ്പോഴും ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? എംപ്ലോയിനെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ യൂണിയൻ ലീഡേഴ്സിന്റെ നോട്ടത്തിൽ നോക്കുമ്പോൾ അതൊരു യൂണിയൻ ലീഡർ ആയിട്ട് നിലകൊണ്ടാൽ മാത്രമാണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുള്ളൂ. അതേസമയം എംപ്ലോയറിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് നല്ലൊരു മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു രീതി തന്നെയാണ്. ആ ഒരു സമീപനം മനസ്സിലാക്കണം. അവിടെയുള്ള വ്യക്തികൾക്ക് അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന്, അവരുടെ ഇടയിലുള്ള മാനേജേഴ്സിന്റെ പോസ്റ്റിലുള്ളവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടേതായിട്ടുള്ള ആശയങ്ങളോട് കൂടിയായിരിക്കും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പിക്ചർ തന്ന് അല്ലെ നിങ്ങൾക്കൊന്ന് വെരിഫിക്കേഷൻ വരുത്തി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഈ ഒരു പോയിന്റ് ആണ് ജസ്റ്റ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആണ്? ഓക്കെയാണ്. ഓക്കെ, ഉച്ച നേരത്ത് അത് തന്നെ കുറെ നേരം അച്ചാറും എടുത്ത് പോരാടിപ്പിക്കുന്നില്ല. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.